ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സാം ഗെയിമേഴ്സ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത് മോട്ടലിലെ എപ്പിസോഡ് നമ്പർ 5 ആണ്. ഇതിന് മുമ്പ് 8 എപ്പിസോഡ് കാണാത്ത ജസ്റ്റ് കണ്ടിട്ട് വരിക, അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് മതി ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന ക്യാഷിയറുണ്ട്, എല്ലാവരും ഉണ്ട് ഗൈസ്. ആക്ച്വലി ഞാൻ ഇന്ന് എപ്പിസോഡിൽ നമ്മളിന്ന് ചെയ്യാൻ വിചാരിച്ച ഈ കാർ വാഷറുണ്ട് ഗൈസ്. ഇത് അൺലോക്ക് ചെയ്യാൻ വിചാരിച്ച്, പക്ഷേ അത് അൺലോക്ക് ചെയ്യാൻ നമുക്ക് 12,000 ആവശ്യമുള്ളൂ. ബട്ട് അത് ഞാൻ നോക്കിയപ്പോൾ ഇത് അൺലോക്ക് ചെയ്യാനുള്ള ഇവിടെ ഒരു ഓട്ടോമാറ്റിക് സംഭവമുണ്ട്. ഇവിടെ ഓട്ടോ കാർ വാഷ് സംഭവമുണ്ട്. ഇത് 20,000 കൂടുതൽ ഇത് വാങ്ങിക്കാൻ പറ്റും. അപ്പം ഞാൻ ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു, ഓട്ടോ കാർ വാഷർ. അപ്പം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വാഷ് ചെയ്ത് പോയിക്കോളൂ, നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെൻസും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ അത് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ ക്യാഷ് മേളിൽ കണ്ട മനസ്സിലാവും, 20,000 അടുപ്പിച്ചാൽ പറയാം. ഗ്രൈൻഡിങ്ങിലായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ചെയ്യാം. അല്ലാതെ പൈസ കൂടുതൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ബാക്കി നമുക്ക് പൈസ കിട്ടാൻ ചാൻസ് ഇല്ല. ഇവിടെ ഫ്യൂൾ സ്റ്റേഷനിൽ 2 പേരുണ്ട്. ഇവിടെ ഫ്യൂൾ നമുക്ക് നോക്കണം ഗൈസ്, കാരണം ആ ടാങ്ക് ചെറുതാണ്. ഇതാ ഞാൻ പറഞ്ഞില്ലേ, 770 ഫ്യൂലുള്ളൂ. അപ്പോൾ ഫ്യൂൾ എന്തായാലും ഓർഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ 400 രൂപയുടെ ഷോർട്ടാണ് ഗൈസ് ഉള്ളത്. അപ്പോൾ 400 രൂപ വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടും. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന നമ്മളിവിടെ കുറേ ബിസിനസ്സുകൾ റൺ ചെയ്യുന്നുണ്ട് ഓൾറെഡി. ഇവിടെ നമ്മൾ എന്തോന്നൊക്കെ റൺ ചെയ്യുന്നതെന്ന് അറിയാമല്ലോ ഗൈസ്. സൂപ്പർ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്, അതേപോലെ ക്ലോത്തിങ് സ്റ്റോർ റൺ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തൊരു എപ്പിസോഡ് മിക്കവാറും ഇന്നത്തേലും നമ്മളത് ചെയ്യുന്നത്. അതിന് 10,000 കൂടി നമുക്ക് സ്വിമ്മിംഗ് പൂൾ അൺലോക്ക് ചെയ്യാൻ പറ്റും. ഇത് ഓട്ടോമാറ്റിക് അല്ലെന്ന് അറിയാം. ഓട്ടോമാറ്റിക് അല്ല, നമ്മളെന്താ അവിടെ കൗണ്ടർ ചെയ്യുന്ന ഗൈസ്. അവിടെ നിന്ന് ഇത് ആൾക്കാർ സിമ്മിനൊക്കെ ഓട്ടോമാറ്റിക് ആയിരിക്കും, ബാക്കി മറ്റേതായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ലെവലപ്പിൻ്റെ ഐറ്റങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഇതൊക്കെ. അപ്പോൾ ഞാൻ ഇതെന്തായാലും ഇപ്പം നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഇപ്പം എന്തായാലും ചെയ്തില്ല. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ ഗൈസ്. ഇവിടെ ഫണ്ടായിട്ട് നമുക്ക് അതൊന്ന് സെറ്റാക്കാനാണ് വിചാരിക്കുന്നത് ഗൈസ്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ എല്ലാ നിലപാടുകളും നോക്കാം ഗൈസ്. ഇവിടെ നിന്ന് നോക്കാമല്ലോ, ക്യാമറ ഉണ്ടല്ലോ, CCTV. അപ്പോൾ റിസപ്ഷനിൽ ആൾക്കാർ കൂട്ടമുണ്ട് ഗൈസ്. സൂപ്പർ മാർക്കറ്റിലും സാധനങ്ങളുണ്ട്, ആൾക്കൂട്ടമുണ്ട്. സാധനം മിക്സ് ചെയ്തിരിക്കണം. അല്ല, ഈ ക്യാമറയുടെ വിഷയം കണ്ട ഗൈസ്. അവിടെ കണ്ട നിങ്ങൾ കുപ്പിയെല്ലാം മിക്സ് ചെയ്തിരിക്കുന്ന വെച്ചേക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല. ഗ്യാസ് സ്റ്റേഷനിൽ ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ ഇതുണ്ട് ഗൈസ്, ക്ലോത്തിങ് സ്റ്റോർ നിങ്ങൾ കണ്ടില്ല. നമ്മൾ കണ്ട ഫുൾ അപ്ഗ്രേഡ് ആയിരുന്നു കഴിഞ്ഞ ഇത് കഴിഞ്ഞിട്ട്. അവിടെ ഫുൾ റാക്കുകൾ കൊണ്ട് അടുക്കി സാധനമൊക്കെ പറഞ്ഞേ വെച്ചായിരുന്നു. നിങ്ങളെ കാണിച്ചില്ല, ഞാൻ ഓഫ്ലൈൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. കാരണം എല്ലാം സെയിം റാക്കിങ് അടുക്കി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റാക്കും കാര്യങ്ങൾ വെച്ച് കൗണ്ടറിൽ ആളില്ലേ, എല്ലാം ഉണ്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഇപ്പോൾ ഇവിടെ നോക്കാൻ പോയാൽ നമുക്ക് കുഴപ്പമില്ല ഗൈസ്. പിന്നെ ഞാൻ പറയാം, ഡെലിവറി വണ്ടി നമുക്ക് ഇപ്പോൾ ഞാൻ സ്മോൾ വേണം ഗൈസ്. ഞാൻ ആദ്യം ട്രക്കാക്കാം, പക്ഷേ അത് എത്ര 10,000 രൂപ കൊടുത്താണ് വാങ്ങിക്കുന്നത് ട്രക്ക്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വാങ്ങിക്കാത്ത 5,000 രൂപയ്ക്ക് കുഞ്ഞു വണ്ടിയുണ്ട്, മീഡിയം ട്രക്കുണ്ട്. 24 ബോക്സ്, ഇത് 72 ബോക്സ്. ഇപ്പോൾ ചെയ്യുന്നത് 12 ബോക്സ് ഉണ്ട്. അപ്പോൾ അതിന് ഡബിൾ എടുക്കാൻ പറ്റുന്ന വണ്ടി ഉണ്ട്. പക്ഷേ ഞാൻ നോക്കുന്ന ഈ വലിയ വണ്ടി എടുക്കാനാണ്, അല്ലെങ്കിൽ എല്ലാ വണ്ടിയും വാങ്ങിച്ച് വയ്ക്കാം നമുക്ക്. അതിന് മീഡിയം ട്രക്ക് ഞാൻ എന്താ വെച്ചാൽ വാങ്ങിക്കാം ഗൈസ്. ഈ എപ്പിസോഡ് തന്നെ വാങ്ങിക്കാൻ പറ്റും, നമുക്ക് ഇപ്പോൾ തന്നെ വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് 2 ട്രാക്ക് എടുക്കാം ഗൈസ്. ഒന്ന് നമ്മുടെ ഇതും അതേപോലെ നമ്മുടെ ഇതും വയ്ക്കാം ഗൈസ്. അതാണ് നല്ലത്. ഇപ്പോൾ ഡബിൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് വണ്ടി വാങ്ങിക്കാം, മറ്റേത് വാങ്ങിക്കാം ഗൈസ്. നമുക്ക് നോക്കാം. ഇപ്പോൾ എന്താ നമുക്ക് 21,000 വന്നിട്ടുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക് ഈ സംഭവം എന്താ അൺലോക്ക് ചെയ്യാം. എവിടെ 20,000. മറ്റേത് മാനുവലി ഇപ്പോൾ അൺലോക്ക് ചെയ്യുന്നില്ല, ഓട്ടോമാറ്റിക് ഇപ്പോൾ ഞാൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട് കാർ വാഷർ ഗൈസ്. നമുക്ക് പണിയെടുക്കാം നമ്മൾ. ഓ ഗൈസ്, ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ആളെ വേണമല്ലേ, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ക്ലീൻ ചെയ്യണം. ആസ്യൂഷ്വൽ ക്ലീനിങ് ഒക്കെ നമുക്ക് ആസ്യൂഷ്യലാണ്. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഓപ്പൺ ചെയ്യണം തോന്നുന്നു ഗൈസ്. കാർ വാഷർ. ഇപ്പോൾ കാർ വാഷർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇനി ഓപ്പൺ ചെയ്യാനുള്ള പൂള്, ലോണ്ടറി, ജിമ്മ്, പിന്നെ കഫേ, 4 സ്റ്റോർ കൂടെ ഓപ്പൺ ചെയ്യണം ഗൈസ്. നമ്മളത് ഓപ്പൺ ചെയ്യും. ഇതുപോലെ 2,000 രൂപ അക്കൗണ്ടേ ഉള്ളൂ. നമ്മൾ മറ്റേ വണ്ടി അൺലോക്ക് ചെയ്യണം, അത് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വണ്ടി ഇവിടെ ആര് വരെ നോക്കാം ഗൈസ്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വണ്ടി വന്നല്ലോ. ഞാൻ എന്ത് ചെയ്യണം? യൂസ് കൺട്രോളറാ. ഇവിടെ ഗൈസ്, ഇവിടെ പണിയുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവിടെ പണി ഇല്ലെന്നാണ് വിചാരിച്ചത്. ഇത് അറിഞ്ഞ് സത്യമായിട്ട് ഞാൻ മറ്റേ ഓൺലോക്ക് ചെയ്യുള്ളായിരുന്നു ഗൈസ്. കാർ വാഷറിൻ പ്രോസസ്. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ മിക്കവാറും ഞാൻ മറ്റേ അൺലോക്ക് ചെയ്യുള്ളൂ 12,000. അതല്ലേ എളുപ്പം. ഇത് ഞാൻ ഓട്ടോമാറ്റിക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതാക്കിയത്. ഇത് കാറ് പക്ഷേ വൃത്തിയെന്ന് തോന്നുന്നില്ലല്ലേ. ഇത് അടുത്ത വണ്ടി തന്നെ ഗൈസ്. വണ്ടിയുടെ കളർ ഉണ്ടോ നിങ്ങൾ? ബട്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നോക്കിയോ, ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുത്തോട്ടെ നമുക്ക് വാൾപേപ്പറൊക്കെ തന്നെ.
വാൾപേപ്പറല്ല, തമ്മിലടിക്കാൻ വേണ്ടി. ഇത് കാശ് കിട്ടുന്നുള്ളൂ. ഒരു വണ്ടിക്ക് എത്ര കിട്ടുന്നത് പിടുത്തല്ലേ? 12 മണിയൊന്നും വേണ്ടായിരിക്കും ഇപ്പോഴത്തെ. എത്ര രൂപ കിട്ടും ഇതിനകത്ത് ഒരു വണ്ടിക്ക്? നോക്കാം കാശ്. ഇതേത് വണ്ടി? ഇത് നമ്മൾ മൊബൈലിൽ കളിക്കുന്നതുകൊണ്ടാണ് കാശ് ഇത്രയും ക്വാളിറ്റി കുറവ്. അല്ലെങ്കിൽ നമുക്ക് ക്വാളിറ്റി കിട്ടിയാൽ. പക്ഷെ വണ്ടികളെ വൃത്തിയായിരുന്നു എനിക്ക് തോന്നുന്നില്ല കഴിച്ച്. ചുമ്മാ വന്ന് വണ്ടി വന്ന് കയറിയിട്ട് പോകണം. അത് നമ്മുടെ ഇതിൻ്റെ കുഴപ്പമായിരിക്കും, ഗ്രാഫിക്സിൻ്റെ ഒക്കെ മൊബൈലിൻ്റെ കുഴപ്പമുണ്ടോ? ഇതൊരു വണ്ടിയായിട്ട് നമുക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ചെറിയ എന്തൊരു അട്ടപ്പെട്ടി എന്നാണ് തോന്നുന്നത് എനിക്ക്. ബട്ട് കുഴപ്പമില്ല, കൺട്രോൾ വിഷയം അല്ലേ. ഇത് നമ്മുടെ ആക്ച്വലി നമുക്ക് 4000 രൂപ ആയിട്ടുണ്ട് വണ്ടി. അപ്പോൾ നോക്കാം. ഇതാ വെള്ളം. ഇതിപ്പോൾ വാഷ് ചെയ്യപ്പ് സൂപ്പർ ഉണ്ടോ? വെള്ളം വന്ന ആ സ്ഥലത്ത് മാത്രമേ ജസ്റ്റ് ഇത് അതാകണം. ഞാൻ ഇപ്പോൾ തൊട്ട് കാണിക്കാൻ മനസ്സിലാവും. എല്ലാം ലാസ്റ്റ് ആയപ്പോൾ ചുമ്മാ ഒന്ന് ബ്രൈറ്റായി പോകുന്നത്. നിങ്ങൾ ആ വണ്ടി കഴിയുമ്പോൾ ശ്രദ്ധിച്ച് ചോദിക്കാതെ നോക്കിയാൽ വെള്ളം ഒഴിക്കുന്ന അവിടെ മാത്രമേ ഇത്തിരി വിട്ടാവും. അപ്പം ലാസ്റ്റ് ആകുമ്പോൾ ചുമ്മാ വെള്ളം ഒഴിക്കുന്ന അവിടെ മാത്രം ഇത്തിരി വൃത്തിയാവുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ചുമ്മാ ഒന്ന് അവരടിച്ച് വിടുന്നതാണ്. ഇപ്പം കത്തി എങ്ങനെയാണ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 700 രൂപ 300 രൂപ കൂടെ മതി ഗൈസ്. നോക്കട്ടെ. 214 രൂപ ഗൈസ് ഒരു വണ്ടിക്ക് കിട്ടുന്ന. അപ്പോൾ എന്തായാലും ഇവിടെ എന്തായാലും അവിടെ വയ്ക്കണം, അല്ലെങ്കിൽ ശരിയാകൂല. നോക്കട്ടെ. സ്റ്റാഫിൽ പോയിട്ട് കാർ വാഷർ ഓപ്പറേറ്റർ അതായിരിക്കും ഗൈസ്. 800 രൂപ കേസ്. അവനൊക്കെ എന്തോരം വില. ഓക്കെ, 800 രൂപയ്ക്ക് എന്തായാലും ഞാൻ എടുത്തല്ലേ പറ്റുമോ. അപ്പോൾ ഒരു കാർ വാഷർ ഓപ്പറേറ്ററിന് വെച്ചിട്ടുണ്ട്. പണിയില്ല, പക്ഷേ ഇവന് സാലറിയുടെ കൊടുക്കേണ്ട ആവശ്യമൊന്നും ഒരു പണിയില്ല ചെറുക്കൻ്റെ. എന്നിട്ട് അവന് സാലറി ഇതാ വന്ന് ചുമ്മാ അമർത്തുന്നതിന് 800 രൂപ. അല്ലാതെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പണിയെടുക്കുന്ന വെറും 450 രൂപ 150 രൂപ കൊടുക്കുന്നുള്ളൂ ഞാൻ. വാട്ട് ദ ഫക്ക് ഈസ് ദിസ് മാൻ? ഇതൊക്കെ ഓവറാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സൊക്കെ സ്റ്റോക്ക് ഔട്ടായില്ല നോക്കാം ഗൈസ്. ഈ വണ്ടി ഇവിടെ സാധനം കിടപ്പുണ്ടല്ലോ, ഭാഗത്തുകൊണ്ട് വെച്ചില്ലായിരുന്നു, അത് റീസ്റ്റോക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വേറെ ഇതായിട്ട് നമ്മളിപ്പോൾ ആ പൈസ ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും വണ്ടി ഓർഡർ ചെയ്യണം ഗൈസ്. വണ്ടിയോട് വണ്ടിയിൽ ഒരു ലോഡ് നമുക്ക് അടിക്കാം, എന്നിട്ട് നമുക്ക് നിർത്താം ഗൈസ്. മീഡിയം ട്രക്ക് ഞാൻ പർച്ചേസ്. എൻ്റെ വണ്ടി സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സൂപ്പർ സ്റ്റോറിൽ എന്തൊക്കെ വേണം നോക്കാം. ആ സൂപ്പർ സ്റ്റോറിൽ എന്തായാലും 3000 രൂപ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവനാണ്ട ഞാൻ 3 മണിക്കൂർ വർക്ക് ചെയ്യും. അപ്പോൾ അവനെ സെർവ് കസ്റ്റമറാണ്. ഇവിടെ ആളില്ലേ? ഉണ്ടല്ലോ. ചെയ്യടാ ബില്ലിങ് അടി. 1000 രൂപ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും 1000 രൂപയ്ക്ക് സാധനം വാങ്ങി. ഇവിടെ ഒന്നുമില്ല, ഗാലിയാണ് കേസ്. സൂപ്പർ മാർക്കറ്റ് ഗാലിയാണ്. അപ്പോൾ എന്തായാലും സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങണം. സ്നാക്സ് വേണ്ട, ബാക്കി ബിവറേജും വേണ്ട, പേഴ്സണൽ കെയർ വാങ്ങിക്കാം. നമുക്കിപ്പോൾ എല്ലാ ഐറ്റം പിറക്കി വാങ്ങിക്കാം. ഇവിടെയുള്ള പൈസകൾ നോക്കണം കേസ്, എന്നിട്ട് വേണം വാങ്ങിക്കാം. അല്ലാതെ ചുമ്മാ എല്ലാം വാങ്ങിച്ചിട്ട്. വണ്ടിക്ക് എന്താ 24 ബോക്സിൻ്റെ കപ്പാസിറ്റി ഉണ്ട് ഗൈസ്. അതെനിക്ക് അറിയാമല്ലോ, 24 ബോക്സിൻ്റെ കപ്പാസിറ്റി ഉണ്ട് വണ്ടിക്കകത്ത്. നമ്മൾ അത്രയ്ക്കുള്ള ബോക്സ് അടിച്ചിട്ടുണ്ട്. ടോയ്സ് നമുക്ക് എല്ലാം 24 ബോക്സ് ആയതിനിടയ്ക്ക്. ഓക്കെ, 24 ബോക്സ് ആയെന്നാണ് തോന്നുന്നത് ഗൈസ്. മീഡിയം ട്രക്ക് ഇവിടെ നമുക്ക് സ്മോൾ വാൻ ആക്കാം. ഞാൻ മീഡിയം എടുക്കുന്നുള്ളൂ. 24 ഐറ്റം അല്ലേ? ഞാൻ 24 ഇത്ര പെട്ടെന്ന് 24 ആയിരുന്നു. ഓക്കെ 24 ബോക്സിൻ്റെ കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും വണ്ടീൻ്റെ ഓർഡർ ചെയ്തിട്ടുണ്ട്. വണ്ടി പെട്ടെന്ന് തന്നെ വരും ഗൈസ്, നമുക്ക് അവിടെ കാണാം. പക്ഷെ ഞാൻ അതിന് മുമ്പ് 10 സെക്കൻഡ് ഇപ്പോൾ വണ്ടി വരില്ല. വണ്ടിയുടെ ഇവിടെ വലിയ വേണ്ട ഗൈസ്, വലിയ വണ്ടി നമ്മുടെ വണ്ടി എന്നാ ഗൈസ് ഡെലിവറി സർവീസ് എന്നാണ് ഗൈസ്. ഇത് ആക്ച്വലി നമുക്ക് ഇതിൻ്റെ പേര് മാറ്റാം കേട്ടോ, മോട്ടറിലെ പേര് മാറ്റാം. ഞാനത് മാറ്റാതിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ തന്നെ മാറ്റാം ഗൈസ്. ST മോഡൽ എന്ന് പറഞ്ഞാൽ ആക്കാം. നമുക്ക് മോട്ടറിലെ പേര് എന്തായാലും മാറ്റാം. കൊച്ചു വീടെന്നാക്കാം ഗൈസ്. കൊച്ചു വീട്. നിങ്ങൾക്ക് വേറെ നല്ല പേരുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്കത് ഇടാം ഗൈസ്. ഇപ്പം ഞാൻ കൊച്ചു വീട് ഇട്ടിട്ട് കൊച്ചു വീട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഗൈസ് ഇവിടെ വരുന്നുണ്ടോ കൊച്ചു വീട്, ഇതാ അടയ്ക്കുന്നത് കൊച്ചു വീട്. ഓക്കെ, നമ്മുടെ കൊച്ചു വീടങ്ങനെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ചെറുക്കന്മാർ പണിയെടുക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇപ്പോൾ 2000 രൂപ വന്നിട്ടുണ്ട്. കണ്ട ഇവിടെ നന്നായി കയറാൻ പറ്റില്ല. നമുക്ക് സ്റ്റാഫുകളുണ്ട്, ഇവിടെ നിന്ന് കയറേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി നമുക്ക്
2000 രൂപ വന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് സ്വിമ്മിംഗ് പൂളിൻ്റെ ഇതാണ്. അതിപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് ഞാൻ ഇതാക്കുന്നില്ല. 10,000 രൂപയാണ്. ഗ്രൈൻഡിങ് പണി കുറേ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നമുക്ക് സെക്യൂരിറ്റിനെ ഹയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെക്യൂരിറ്റിനെ ഹയർ ചെയ്ത് നമുക്ക് വീട് നടത്താം ഗൈസ്. സെക്യൂരിറ്റിക്ക് എത്ര രൂപയാവും? സ്റ്റാഫിന് സെക്യൂരിറ്റി എവിടെ പോയി? സെക്യൂരിറ്റിനെ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇവിടെ സെക്യൂരിറ്റി ഗാർഡ് ഗൈസ്. ഒരു സ്ട്രോങ് ആളെ തന്നെ ഇടാം ഗൈസ്. ഓക്കെ, സ്ട്രോങ് ആളെ തന്നെ ഇട്ടിട്ടുണ്ട്. എവിടെയാണ് സെക്യൂരിറ്റി? എവിടെ? വേണ്ട ഗൈസ്, അത് അവനെ കൊണ്ടുപോയി വണ്ടി. ഇതാ കൊണ്ടുപോണ്. എടേ, നിനക്ക് വണ്ടി നോക്കി കിടന്നു. നമുക്ക് ഉള്ളിൽ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ ഗൈസ്. ദീപനം സെക്യൂരിറ്റി ചെറുക്ക സ്ട്രോങ് ആണ് ഗൈസ്. എത്ര 1500 കൊടുത്ത് വാങ്ങിക്കുകയാണ്. ആൾക്കാർ ടീഫിനൊക്കെ അടിച്ച് ഓടിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടുന്ന് പൈസ വാങ്ങിച്ച് പുറന്നു വിടും. ഗ്യാസ് സ്റ്റേഷൻ ഔട്ട് ഓഫ് ഫ്യൂലാണ് ഗൈസ്. ഇപ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റേഷൻ ഫ്യൂല് വാങ്ങിച്ചു ഗൈസ്. നമുക്ക് പെട്ടെന്ന് ഞാൻ ഇതിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ഇതിന് എത്ര രൂപ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി? ഫ്യൂവലിൽ ആക്ച്വലി ഫ്യൂവൽ അപ്ഗ്രേഡ് ചെയ്യാൻ എത്ര? 4000 രൂപയാണ് ഗൈസ്. ആ ടാങ്കിലൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം നമുക്ക് എന്തായാലും 10 ലിറ്ററിലേക്ക്. അല്ലെങ്കിൽ ശരിയാവില്ല. ചുമ്മാ വാങ്ങിച്ച് വെച്ച് നമുക്ക് ഇതിൻ്റെ മൂഡ് ഇത് മാറിയാണ്. ഇപ്പോൾ എന്തായാലും എല്ലാം നല്ല വൃത്തിക്ക് പോകുന്നുണ്ട്. ഇവിടെ എന്തായാലും ഇപ്പോൾ ഫ്യൂവൽ വരും. പേടിക്കണ്ട, വരുവാടാ, വണ്ടി വരും. നീ സെറ്റാക്കും. ഇവിടെ ചേച്ചിയില്ലേ? ഇവിടെ ഒരാളാണോ? ഓക്കെ, വണ്ടി ഫ്യൂവൽ വരും കേട്ടോ. ഡോണ്ട് വറി. ഇവിടെ ഒരുത്തമുണ്ട്. എല്ലായിടത്തും വർക്കിംഗ് ആണ് ഗൈസ്. ഇത് നമ്മുടെ ടാങ്ക്. ഇതിപ്പോൾ ശരി 500 ലിറ്ററിൻ്റെ ടാങ്കാണിത്. പിന്നെ 1000 ലിറ്റർ ടാങ്കാണിത്. ഞാൻ ശരിയാവില്ല. ചുമ്മാ ഫ്യൂവൽ വാങ്ങിച്ച് നമുക്ക് ഇതാവും. നമുക്ക് ഇതിൻ്റെ വെളിയിൽ പോകാൻ പറ്റില്ല ഗൈസ്. ഇതിൻ്റെ വെളിയിൽ പോകാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ സംഭവമുണ്ട്. ഇതിൻ്റെ വെളിയിലൂടെ പോകാൻ പറ്റുന്ന സുഖമായിരുന്നു. സ്റ്റോക്ക് അത് പുറത്തുണ്ടല്ലോ. എന്നാൽ സെക്യൂരിറ്റി നിങ്ങളെക്കാൾ ഹൈ സെക്യൂരിറ്റി നമ്മുടെ ഉണ്ട്. വേണ്ട വിട്ടോ. അപ്പോൾ നിങ്ങളടുത്ത പറ. ഇതെന്താ താഴെ ടൈം ബോക്സ്? ഈ സാധനം ടൈം കഴിഞ്ഞാ? മാറ്റാൻ ടൈം കഴിഞ്ഞു. അടുത്ത് ഉണ്ടായിരുന്നല്ലോ. അവിടെ പോയി തിങ്സ് താഴെ ഇടാൻ പറഞ്ഞാൽ എൻ്റെ അടുത്ത്. ഈ നമ്മൾ റീസ്റ്റോക്കർ എന്ന് കഴിഞ്ഞായിരുന്നു ടൈമിങ്. നോക്കട്ടെ ഒരു മിനിറ്റ് ഗൈസ്. സ്റ്റാഫ് റീസ്റ്റോക്കർ എംപ്ലോയി റീസ്റ്റോക്കറുടെ സ്റ്റോർ റീസ്റ്റോക്കർ ടൈം കഴിഞ്ഞേട്ടാ. അത് ഞാൻ അറിഞ്ഞില്ല. ഇനി നമുക്ക് തന്നെ ഇത് ഫുള്ളങ്ങകത്ത് പിറക്കി വയ്ക്കണം. ഇപ്പോഴത്തേക്ക് ഞാൻ നേരെ വയ്ക്കുന്നില്ല. നമുക്ക് ഇത് മാത്രം വയ്ക്കാം. അവനെ പിന്നെ ഹയർ ചെയ്തോളാം. നമുക്ക് കഴപ്പാണ് ഗൈസ്. എനിക്ക് എല്ലാം പിറക്കി വയ്ക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഒരുമാതിരി ബുദ്ധിമുട്ടാണ് ഗൈസ്. ഇതൊന്നും നമ്മൾ ഇത്രയും വലിയ മോട്ടറിൽ ഉടമസ്ഥയുണ്ട് ഈ പണിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഒരുമാതിരി ഇതാണ് ഗൈസ്. ഡോൺ വറി. നമുക്ക് കൊച്ചു വീട് നോക്കാൻ വേണ്ടി നമുക്ക് കുറേ ആൾ സ്റ്റാഫുകളും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ മോർണിംഗ് പ്രോഗ്രസ് ആണ്. ഇന്ന് നമുക്ക് തുറക്കാനുള്ളതൊക്കെ തുറക്കും. നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു വലിയൊരു അപ്ഡേറ്റ് നമുക്ക് കാണും ഗൈസ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക ഗൈസ്. നമുക്ക് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു 10 ലൈക്കെങ്കിലും മിനിമം വേണം ഗൈസ്. ലൈക്കും കാര്യം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വൈസ്. ഇത് സൈനിങ് ഓഫ് സാം ഗെയിമേഴ്സ്.